ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് കൂടി, അല്ലേ? ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞിട്ടും നമ്മൾ പറയാറുണ്ട് കുറച്ച് തരൂ അല്ലെങ്കിൽ കുറച്ചു കൂടി പോവണം, ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം സം യൂസ് ചെയ്യാറുണ്ട്, എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇത് എവിടെ എപ്പോ എങ്ങനെ യൂസ് ചെയ്യും എന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അവസാനം ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. എനിക്ക് കുറച്ച് വെള്ളം തരൂ. നമുക്ക് വല്ലാതെ ദാഹമുള്ള സമയത്ത് നമ്മൾ എന്താ പറയാറ്? എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോ ഗിവ് മീ സം വാട്ടർ എന്ന് പറയാം. ഗിവ് മീ സം വാട്ടർ എന്ന് പറയാം, അല്ലെ? കുറച്ച് വെള്ളം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒന്നും കൂടി അതിന് കുറച്ചുകൂടി വെള്ളം തരും, ദാഹം സഹിക്കാൻ പറ്റുന്നില്ല, കുറച്ച് വെള്ളം നമുക്ക് തികയുന്നില്ല, കുറച്ചുകൂടി വെള്ളം തരും, ഒന്നും കൂടി നമ്മൾ ചോദിക്കുകയാണ്, അല്ലെ? കുറച്ച് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചുകൂടി എന്ന് ചോദിക്കണം. അപ്പൊ നമ്മൾ എന്താ പറയാ? മലയാളത്തിൽ ഇതൊരു വിഷയമല്ല, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഗിവ് മീ സം മോർ വാട്ടർ എന്ന് പറയും. ഗിവ് മീ സം മോർ വാട്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്തും പറയാനായിട്ട് പറ്റും. എങ്ങനെ? ഗിവ് മീ എ ലിറ്റിൽ മോർ വാട്ടർ. അപ്പൊ സമ്മിനെ മാറ്റിയിട്ട് നമ്മൾ എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്യുക. ഗിവ് മീ എ ലിറ്റിൽ മോർ വാട്ടർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എനിക്ക് കുറച്ചുകൂടി വെള്ളം തരൂ എന്നാണ്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് എവിടെ എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ അതിന് കുറച്ച് റൂൾ ഉണ്ട്, അത് നമുക്ക് വയ്യെ പറയാം. എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടി ഊന്നൽ നൽകി പറയാൻ വേണ്ടിയിട്ട്, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി വെള്ളം തരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗിവ് മീ സം മോർ വാട്ടർ അല്ലെങ്കിൽ ഗിവ് മീ എ ലിറ്റിൽ മോർ വാട്ടർ എന്ന് പറയാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് അതിനൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് കുറച്ച് സമയം തരൂ എന്ന് പറയാറുണ്ട്, അല്ലെ? എനിക്ക് കുറച്ച് സമയം തരൂ. എങ്ങനെ പറയാ? ഗിവ് മീ സം ടൈം. ഗിവ് മീ സം ടൈം. എനിക്ക് കുറച്ച് സമയം തരൂ, എനിക്ക് കുറച്ച് സമയം തരൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാണ് എനിക്ക് കുറച്ചുകൂടി സമയം തരൂ. കുറച്ച് സമയം നമുക്ക് കിട്ടി എങ്കിൽ നമുക്ക് അതൊന്നും മതിയായിട്ടില്ല. അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് കുറച്ചുകൂടി സമയം തരൂ എന്ന് പറയുകയാണെങ്കിൽ ഗിവ് മീ സം മോർ ടൈം. നമുക്ക് എ ലിറ്റിൽ മോർ ടൈം എന്ന് യൂസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് സമയം കാത്തു നിൽക്കൂ, അല്ലെ? ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവറോട് നമ്മൾ പറയാണ് കുറച്ച് സമയം കാത്തു നിൽക്കൂ എന്ന് പറയുകയാണെങ്കിലോ വെയിറ്റ് ഫോർ സം ടൈം. വെയിറ്റ് ഫോർ സം ടൈം. കുറച്ച് സമയം കാത്തു നിൽക്കും. കുറച്ചുകൂടി സമയം കാത്തു നിൽക്കൂ എന്ന് പറയുകയാണെങ്കിൽ വെയിറ്റ് ഫോർ സം മോർ ടൈം. വെയിറ്റ് ഫോർ സം മോർ ടൈം. ഓക്കെ, ഇനി നമ്മൾ ഒരാളോട് ചോദിക്കുകയാണേ കുറച്ച് സമയം കാത്തു നിൽക്കാമോ, കുറച്ചുകൂടി സമയം കുറച്ച് സമയം കാത്തു നിൽക്കാമോ എന്നാണെങ്കിൽ നമുക്കവിടെ സം ടൈം എന്ന് യൂസ് ചെയ്താൽ മതി. കുറച്ചുകൂടി സമയം കാത്തു നിൽക്കാമോ, ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. Will you wait for me for some more time? Will you wait for me for some more time? കുറച്ചുകൂടി എന്നെ കാത്തു നിൽക്കാമോ. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കും നമുക്ക് പോകാനായോ. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് നമുക്ക് പോകാനുള്ള സമയമായോ, ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. ക്യാൻ വി ഗോ നൗ. ക്യാൻ വി ഗോ നൗ. നമുക്ക് പോകാനായോ. അപ്പോ അതിനൊരു ആൻസർ പറയാണ് നമുക്ക് പോകാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. നമുക്ക് പോകാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. We still have some more time to go. We still have some more time to go. നമുക്ക് പോകാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിൽ ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റിൽ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ബാക്കിയുണ്ട്, ഇനിയും ടൈം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാം എഴുതുന്ന സമയത്താണെങ്കിൽ പറയാണ് നമുക്ക് കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എത്താനുള്ള ഒരു സമയത്ത് നമ്മൾ പറയണം നമുക്ക് കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്, ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതായത് ഇനിയും നമുക്ക് ടൈം ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അവിടെ സ്റ്റിൽ ഹാവ് എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് സം മണി വിത്ത് മീ. ഐ ഹാവ് സം മണി വിത്ത് മീ. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ് ഒരു സാധനം കണ്ടിട്ട് നമ്മൾ കയ്യിലുള്ള കാശൊന്നും തികയില്ല. അപ്പൊ നമ്മൾ പറയാണ് കുറച്ചുകൂടി കാശ് വേണം ഇത് വാങ്ങാൻ. കുറച്ചുകൂടി കാശ് വേണം ഇത് വാങ്ങാൻ. ഐ നീഡ് സം മോർ മണി ടു ബൈ ദിസ്. ഐ നീഡ് സം മോർ മണി ടു ബൈ ദിസ്. ഇത് വാങ്ങാൻ കുറച്ചുകൂടി കാശ് വേണം. അവിടെ സം മോർ എന്ന് നമ്മൾ യൂസ് ചെയ്തു.
ഇവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എ ലിറ്റിൽ മോർ എന്ന് യൂസ് ചെയ്യാം. ഐ നീഡ് എ ലിറ്റിൽ മോർ മണി ടു ബൈ ദിസ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഓക്കെ, ഈ ലിറ്റിൽ എവിടെ യൂസ് ചെയ്യും, സം എവിടെ യൂസ് ചെയ്യും എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ സം യൂസ് ചെയ്യാം. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ നമ്മൾ പറയുകയാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവസാനം പറയാം കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പൊ നമ്മൾ പറയണേ ബസ് കുറച്ച് വൈകും, ബസ് കുറച്ച് വൈകും. എങ്ങനെ പറയാ? ദ ബസ് വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. ദ ബസ് വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. ഇവിടെ ബസ് ലിറ്റിൽ ലേറ്റ് എന്ന് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ദ ബസ് വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. ബസ് കുറച്ച് സമയം വൈകും. ഇവിടെ എ ലിറ്റിൽ ലൈറ്റ് എന്ന് തന്നെ യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സം കഴിഞ്ഞ ഉടനെ നമ്മൾ ലെറ്റ് എന്ന് യൂസ് ചെയ്യാറില്ല. സം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നൗണിന്റെ തൊട്ട് മുമ്പായിട്ടാണ്. സം വാട്ടർ, സം മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സം യൂസ് ചെയ്യും. എന്നാൽ അവിടെയൊക്കെ നമുക്ക് എന്തും യൂസ് ചെയ്യാം, ലിറ്റിൽ എന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ നൗൺ കഴിഞ്ഞ് അഡ്ജക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ലേറ്റ്, അതുപോലെ ടയേർഡ്, ഹാപ്പി ഇങ്ങനെയൊക്കെയുള്ള ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ എ ലിറ്റിൽ എന്ന് തന്നെ യൂസ് ചെയ്യണം. അവിടെ നമ്മൾ സം യൂസ് ചെയ്യരുത്. സം എപ്പോഴും നമ്മൾ നൗണിന്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്ക് എ ലിറ്റിലും സമ്മും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ബസ് അല്പം വൈകും അല്ലെങ്കിൽ ബസ് കുറച്ച് വൈകും എന്നാണ്. ദ ബസ് വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. എ ലിറ്റിൽ ലേറ്റ് അല്ലാതെ സം ലേറ്റ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ബസ് കുറച്ചുകൂടി വൈകുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ബസ് കുറച്ചുകൂടി വൈകുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദ ബസ് വിൽ ബി എ ലിറ്റിൽ മോർ ലേറ്റ്. അവിടെ എന്ത് പറയണം? എ ലിറ്റിൽ മോർ ലേറ്റ് എന്ന് പറയണം. അപ്പോ ഇവിടെയൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? സം യൂസ് ചെയ്യാറില്ല. അപ്പം ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് അഡ്ജക്റ്റീവ് വരുന്നത് അവൻ കുറച്ച് ക്ഷീണിതനാണ്. അവൻ കുറച്ച് ക്ഷീണിതനാണ്. ഇവിടെ ക്ഷീണിതൻ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണല്ലോ. അവിടെ എന്താ വേണ്ടത്? ഹീസ് എ ലിറ്റിൽ ടയേർഡ്. ഹീസ് എ ലിറ്റിൽ ടയേർഡ് ആണ്, അല്ലാതെ അവിടെ സം ടയേർഡ് എന്ന് പറയരുത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ എ ലിറ്റിൽ അല്ലെങ്കിൽ എ ബിറ്റ് എന്നൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളമുണ്ട്. ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളമുണ്ട്. ഇവിടുത്തെ ഇതെന്താണ്? ഒരു നൗൺ ആണല്ലോ വന്നിട്ടുള്ളത്, വെള്ളം എന്നുള്ളത്. അപ്പൊ ദർ ഈസ് സം വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്. ദർ ഈസ് സം വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളമുണ്ട്. അവിടെ നമുക്ക് സം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു വ്യത്യാസം നോക്കൂ. ബോട്ടിലിൽ അല്പം വെള്ളം മാത്രമുണ്ട്. ബോട്ടിലിൽ അല്പം വെള്ളം മാത്രമുണ്ട്, കുറച്ചേ ഉള്ളൂ അല്ലേ? ഒട്ടും ഇല്ലാതില്ല, എന്നാൽ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ സിറ്റുവേഷനിൽ നമുക്ക് എ ലിറ്റിൽ എന്നും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ പറയേണ്ടത്? ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. അവിടെ നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്. പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? റൈസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? ദർ ഇസ് സം റൈസ് ഇൻ ദ പോട്ട്. ദർ ഇസ് സം റൈസ് ഇൻ ദ പോട്ട്. പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്. പാത്രത്തിൽ അല്പം ചോറ് മാത്രമുണ്ട്. പാത്രത്തിൽ അല്പം ചോറ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ പാത്രത്തിൽ അല്പം ചോറ് മാത്രമുണ്ട്. അവിടെ ഒരു കുറച്ചേ ഉള്ളൂ, എന്നാൽ ഒരുപാടില്ല, കുറച്ച് എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയേണ്ടത്? ദർ ഇസ് എ ലിറ്റിൽ റൈസ് ലെഫ്റ്റ് ഇൻ ദ പോട്ട്. അവിടെ നമ്മൾ ലിറ്റിൽ റൈസ് ആണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അല്പം മാത്രമേ ഉള്ളൂ എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് There is a little rice left in the pot. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോ മുഴുവനും കണ്ടവർക്ക് ഞാൻ തരുന്ന സെന്റൻസ് വളരെ സിമ്പിളായി ചെയ്യാനായിട്ട് പറ്റും. അവൾ കുറച്ച് സന്തോഷത്തിലാണ്. അവൾ കുറച്ച് സന്തോഷത്തിലാണ്. ഇവിടെ എന്താണ് പറയേണ്ടത്? ഇപ്പം അവൾ ഷീ ഈസ് ആണെന്നാണല്ലോ. ഷീ ഈസ് ഡേഷ് ഹാപ്പി. ഷീ ഈസ് ഡേഷ് ഹാപ്പി എന്ന് പറയാം. അവിടെ സം ആണോ എ ലിറ്റിൽ ആണോ യൂസ് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഹാപ്പി എന്നാണ്. അതൊരു അഡ്ജക്റ്റീവ് ആണോ നൗൺ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ പറയാം കേട്ടോ. സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് അവൻ കുറച്ച് വിഷമത്തിലാണ്. അവൻ കുറച്ച് ദുഃഖത്തിലാണ്, അല്ലെങ്കിൽ അവൻ കുറച്ച് വിഷമത്തിലാണ് എന്ന് പറയാറുണ്ട്. അപ്പം ഹി ഈസ് ഡേഷ് സാഡ്. ഹി ഈസ് ഡേഷ് സാഡ്. അവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ആണോ നൗൺ ആണോ എന്ന് നമുക്ക്
കണ്ടാൽ മനസ്സിലാകും. അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, സമ്മാണോ എലിറ്റിലാണോ എന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ബാഗിൽ കുറച്ച് പണമുണ്ട്. എൻ്റെ ബാഗിൽ കുറച്ച് പണമുണ്ട് എന്നെങ്ങനെ പറയും? ഇവിടെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? There is dash money in my bag. എൻ്റെ ബാഗിൽ കുറച്ച് പണമുണ്ട് എന്നാണ്. അപ്പൊ ഫസ്റ്റ് തൊട്ട് നമ്മൾ വീഡിയോ അവസാനമായി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം യൂസ് ചെയ്യാം? അപ്പൊ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു she is dash happy. രണ്ടാമത്തെ പറഞ്ഞു he is dash sad. അവിടെ രണ്ട് സ്ഥലത്തും എന്ത് യൂസ് ചെയ്യും? ഇനി there is dash money in my bag. എൻ്റെ ബാഗിൽ കുറച്ച് പണമുണ്ട്. അവിടെ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് മൂന്നും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്ക് വെർബ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ചാനലിൽ വെർബിന്റെ എല്ലാ ഫോംസും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.